നിങ്ങൾ ഈ സീസണിൽ മാങ്ങ വാങ്ങിയ മാങ്ങക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടിയോ അതോ ഒരു കെമിക്കൽ ടേസ്റ്റ് ഫീൽ ചെയ്തോ? കണ്ടാൽ നല്ല കടും മഞ്ഞ നിറം, മനോഹരമായ മാങ്ങ, പക്ഷെ വാങ്ങി വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ പലപ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ആരോഗ്യത്തിന് നല്ലതെന്ന് കരുതി കഴിക്കുന്ന മാമ്പഴം പലപ്പോഴും കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന മാരകമായിട്ടുള്ളൊരു വിഷം ഉപയോഗിച്ച് പഴുപ്പിച്ചതാണെന്നും ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെയും ദഹന വ്യവസ്ഥയെയും തകരാറിലാക്കുന്നുള്ളത് നിങ്ങൾക്കറിയോ? മാർക്കറ്റിലുള്ള കാർബൈഡ് മാങ്ങകളെ എളുപ്പത്തിൽ സ്വയം തിരിച്ചറിയാനുള്ള ചില മാർഗ്ഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സുരക്ഷിതമായിട്ട് മാങ്ങ കഴിക്കാനുള്ള ചില മുൻകരുതലുകളും ടിപ്പുകളും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അറിയേണ്ടത്, മാങ്ങ സ്വാഭാവികമായിട്ട് പഴുക്കുമ്പോൾ എത്തിലിൻ എന്ന ഒരു ഗ്യാസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കാൽഷ്യം കാർബൈഡ് എന്ന കെമിക്കൽ മാങ്ങ നിർബന്ധമായിട്ട് പഴുപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ അസറ്റിലിൻ എന്ന ഒരു ഗ്യാസ് ഈ എത്തിലിനെ പോലെ അനുകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ താക്കോലിന് പകരം കള്ളത്താക്കോല് ഇട്ടിട്ട് പൂട്ട് തുറക്കുന്ന പോലെയാണത്. ഇങ്ങനെ വരുമ്പോൾ മാങ്ങയുടെ തൊലിയുടെ നിറം വേഗത്തിലും മാറുമെങ്കിലും ഉൾഭാഗത്ത് സ്വാഭാവികമായ പാകപ്പെടലൊന്നും ഉണ്ടാവുന്നില്ല. രണ്ടാമത്തത്, കാർബൈഡ് കലർന്ന മാങ്ങകൾക്ക് ഒരു പ്രത്യേക നിറമായിരിക്കും. ഇപ്പോൾ മുഖത്ത് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട ഒരാളെ പോലെയാണ് കാർബൈഡ് മാങ്ങകൾ. പുറത്ത് നല്ല ഭംഗി ഉണ്ടാവും, പക്ഷേ ഉള്ളിലൊരു ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. കൃത്രിമമായി പഴുപ്പിച്ച മാങ്ങ മുഴുവനായിട്ട് ഒരേ മഞ്ഞ നിറത്തിലായിരിക്കും. എന്നാൽ നോർമലായിട്ട് നല്ല രീതിയിൽ പഴുത്ത മാങ്ങയിൽ ഇടയ്ക്ക് കുറച്ച് പച്ചനിറം ഉണ്ടാവും, അല്ലെങ്കിൽ മഞ്ഞയുടെ വിവിധ ഷെയ്ഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തത്, നല്ല നോർമൽ മാങ്ങ പഴുക്കുമ്പോൾ അതിന് നല്ല മണമായിരിക്കും. അതിന് കാരണം സ്വാഭാവികമായിട്ട് പഴുക്കൽ പ്രക്രിയയിൽ മാങ്ങയിലെ എസ്റ്ററുകൾ സജീവമാവും, അത് നല്ല സുഗന്ധം നൽകും. എന്നാൽ കാർബൈഡ് ഉപയോഗിക്കുമ്പോൾ ഈ പ്രക്രിയ നടക്കാത്തതുകൊണ്ട് മാങ്ങന്റെ മണം കുറവായിരിക്കും. ഒരു പ്ലാസ്റ്റിക് പൂവിന് നല്ല ഭംഗി ഉണ്ടാവും, പക്ഷേ മണം ഉണ്ടാവില്ല. അതുപോലെയാണ് കാർബൈഡ് മാങ്ങ. നാലാമത്തെ കാര്യം, മാങ്ങ പഴുക്കുകയാണെങ്കിൽ അതിന്റെ സാന്ദ്രത, ഡെൻസിറ്റി മാറും. ഇപ്പോൾ സ്വാഭാവികമായി പഴുത്ത മാങ്ങയിൽ പഞ്ചസാരന്റെ അളവ് കൂടുതലായതുകൊണ്ട് അത് വെള്ളത്തിൽ താഴ്ന്നു പോകും. എന്നാൽ കാർബൈഡ് മാങ്ങയിൽ ഗ്യാസ് ആണ് നിറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തത്, ഈ കാർബൈഡിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ വളരെ മാരകമാണ് കേട്ടോ. വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കാൽഷ്യം കാർബൈഡിൽ ആർസനിക്, ലെഡ് തുടങ്ങിയ ലോഹങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കാരണം തലകറക്കം, നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുറേ കാലമൊക്കെ കഴിയുമ്പോൾ ക്യാൻസർ വരെ കാരണമായേക്കാം. ആറാമത്തെ കാര്യം, മാങ്ങന്റെ ഞെട്ടിന് ചുറ്റുള്ള ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. ആസിഡ് വീണാൽ പൊള്ളുന്ന പോലെ കാർബൈഡ് നേരിട്ട് തട്ടിയ ഭാഗങ്ങളിൽ മാങ്ങക്ക് കറുത്ത പാടുകൾ ഉണ്ടാവും. ഇപ്പോൾ ഞെട്ടിന്റെ ഭാഗത്ത് വല്ലാത്ത ഉണങ്ങിയ രൂപമോ അല്ലെങ്കിൽ കറുത്ത വളയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിയുന്നതും ഒഴിവാക്കുക. ഇനി മാമ്പഴത്തിലെ വിഷാംശം ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്, ബക്കറ്റ് ടെസ്റ്റ് ചെയ്യാം. മാങ്ങ വാങ്ങി വീട്ടിലെത്തിയാൽ ആദ്യം അത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇട്ട് നോക്കുക. മാങ്ങ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്രിമമായി പഴുപ്പിച്ച കാർബൈഡ് മാങ്ങകളാകാനാണ് സാധ്യത. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാങ്ങ കഴിക്കുന്നതിന് മുമ്പ് 1-2 മണിക്കൂർ പച്ചവെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട് പുറത്തെ കെമിക്കൽസും ചൂടിന്റെ അളവ് കുറക്കാൻ സഹായിക്കും. അതിനുശേഷം നല്ല ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് കഴുകുക. മൂന്നാമതായിട്ട്, മാങ്ങ തൊലിയോടെ കടിച്ച് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. തൊലി ചെത്തി കളഞ്ഞ ശേഷം മാത്രം ഉൾഭാഗം കഴിക്കുക, കാരണം രാസവസ്തുക്കൾ കൂടുതലും തൊലിയിലാണ് പറ്റിയിട്ടുണ്ടാവുക. നാലാമത്തത്, നിറം മാത്രം നോക്കിയിട്ട് മാങ്ങ വാങ്ങരുത്. കാണാൻ നല്ല ഭംഗിയുള്ള പുള്ളികളില്ലാത്ത മാങ്ങകൾ ഒഴിവാക്കണം. അല്പം പച്ചനിറോ അല്ലെങ്കിൽ ചെറിയ പാടുകളൊക്കെ ഉള്ള മാങ്ങകൾ സ്വാഭാവികമായിട്ട് പഴുത്തതാകാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തത്, സീസൺ അല്ലാത്ത സമയത്ത് മാങ്ങ വാങ്ങാതിരിക്കുക. മാങ്ങയുടെ കാലത്തിന് മുമ്പേ വിപണിയിൽ എത്തുന്ന മാമ്പഴങ്ങൾ 90% കാർബൈഡ് ഉപയോഗിച്ച് പഠിപ്പിച്ചായിരിക്കും. സീസൺ അനുസരിച്ച് മാത്രം പഴങ്ങൾ തിരഞ്ഞെടുക്കുക. ആറാമത്തത്, ഞെട്ടിന്റെ ഭാഗം പരിശോധിക്കുക. മാങ്ങയുടെ ഞെട്ടിന്റെ ഭാഗത്ത് വല്ലാതെ ഉണങ്ങിയ രൂപമോ അല്ലെങ്കിൽ കറുത്ത വളയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നല്ല മാങ്ങയുടെ ഞെട്ടിൽ ചെറിയ കറയുടെയും സുഗന്ധത്തിന്റെ ഒക്കെ ഒരു അംശം ഉണ്ടാവും.